എന്തെങ്കിലും ഒരു സത്യസന്ധതയുടെ എലിമെന്റ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ നടപടി എടുക്കണ്ടേ? ഒരു നടപടി എടുത്തില്ല. മുഖ്യമന്ത്രി അമാന്തം കാണിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും ഈ കുറ്റവാളികളോടൊപ്പം തന്നെ സമൂഹത്തിൽ കൈകെട്ടി നിൽക്കേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. ഹേമ സമിതിയുടെ അന്വേഷണ വിശദ ലേഖനം പുറത്തു വന്നതിന് പിന്നാലെ മലയാള ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക ഗുണ്ടാ സംഘങ്ങളെ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതി DGP ADGPക്ക് കൈമാറി. ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന നിർദ്ദേശവും വന്നു. പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് DGPക്കും വനിതാ കമ്മീഷനും യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് പരാതി നൽകിയത്. പരാതിയിന്മേൽ നടപടികളുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അബിൻ വർക്കി കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. മലയാള സിനിമാ മേഖലയിൽ ഇങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു സെക്ഷുവൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4.5 കൊല്ലമായിട്ട് എന്തുകൊണ്ട് ഇത്ര ഗുരുതരമായ ആരോപണങ്ങളുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയോ അതിന്മേൽ നടപടിയെടുക്കുകയോ ഈ സർക്കാർ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്ത, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്ത ആളുകൾ, അതിനി ആരാണെങ്കിലും, അത് ഏത് കുലപതിയാണെങ്കിലും, അത് ഏത് സ്റ്റാർ ആണെങ്കിലും, അത് ഏത് അധോലോക നായകനാണെങ്കിലും ആ പേര് പുറത്തു വരണം എന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. സിനിമാ മേഖലയിൽ നിന്ന് ആരെങ്കിലും ഇംഗിതത്തിന് വഴങ്ങാതിരുന്നാൽ അവരെ പൂർണ്ണമായി സിനിമാ മേഖലയിൽ നിന്ന് അവഗണിക്കും. പക്ഷേ അവർ ഏതെങ്കിലും TV ഷോയിലോ ഒരു സീരിയലിലെ മുഖം കാണിച്ച് അവരുടെ ഉപജീവനം നടത്താമെന്ന് വെക്കുമ്പോൾ അവിടെ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വണ്ണം ഈ നെക്സസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആ നെക്സസിന് ചുക്കാൻ പിടിക്കുന്നത് ആത്മ എന്ന സംഘടനയെ കുറിച്ചാണ് പറയുന്നത്. ആ ആത്മ സംഘടനയുടെ പ്രസിഡന്റിന്റെ കാര്യം വളരെ വ്യക്തമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. ആ പ്രസിഡന്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാറാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗുരുതരമാണെന്നും ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ആണെന്നും അതിൽ പ്രായപൂർത്തിയാകാത്തവർ വരെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണങ്ങളാണ് നിലവിലുള്ളതെന്നും അബിൻ വർക്കിയുടെ പരാതിയിൽ പറയുന്നു. അതുകൊണ്ടുതന്നെ ലൈംഗിക അതിക്രമ വിഷയങ്ങളിൽ കുറ്റക്കാരായവർക്കെതിരെ കേസുകളെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ക്രിമിനലുകളുടെ പേരുവിവരങ്ങൾ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു. ഈ പരാതിയാണ് DGP ADGPക്ക് കൈമാറിയിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പ്രമുഖ എഴുത്തുകാരിയും സ്ത്രീപക്ഷ പ്രവർത്തകയുമായ